ഹലോ. കാലത്തന്നെ ഞാനും അച്ഛനും അമ്മയും കൂടെ കൂടി കുടുംബക്ഷേത്രത്തിലേക്ക് തൊഴാൻ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. കുടുംബക്ഷേത്രത്തിൽ ഞങ്ങൾ പോയി തൊഴാറുണ്ട്. പക്ഷേ എന്നാൽ പോലും മാസപൂജ കാര്യങ്ങൾ വരുമ്പോൾ ഞാൻ ഉണ്ടാവാറില്ല. അപ്പോൾ എന്തായാലും ഇത്തവണ പോയി തൊഴാമെന്ന് വിചാരിച്ചു. അവർ പോകുന്ന വഴിക്കാണ് അമ്മ പറഞ്ഞത് എണ്ണ വാങ്ങാൻ മറന്നു പോയതെങ്കിൽ ഞങ്ങൾ വേഗം എടപ്പാൾ ജംഗ്ഷനിൽ നിന്ന് എണ്ണയും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ മെല്ലെ നമ്മുടെ കുടുംബക്ഷേത്രത്തിലേക്ക് യാത്ര തിരിച്ചു. നമ്മുടെ വീട്ടിൽ നിന്ന് അധികം വലിയ ഡിസ്റ്റൻസ് ഇല്ല കേട്ടോ കുടുംബക്ഷേത്രത്തിലേക്ക്. ഏകദേശം ഒരു ഓട്ടോറിക്ഷയ്ക്കൊക്കെ പോകാമെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് കഷ്ടി 10 മിനിറ്റിനുള്ളിൽ നമ്മൾ അവിടെ എത്തും കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ കാണുന്നതാണ് ഞങ്ങളുടെ കുടുംബക്ഷേത്രം കേട്ടോ. കരിപ്പാപ്പറമ്പിൽ ശ്രീ ഭഗവതി ക്ഷേത്രമാണ് ഞങ്ങളുടെ കുടുംബക്ഷേത്രം. ഈ പരിസരത്ത് ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുടുംബക്ഷേത്രത്തിലേക്ക് എത്തി. അവിടെ മാസപൂജ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം എല്ലാവരും ഉണ്ടായിരുന്നു. നാമജപവും കാര്യങ്ങളും പ്രസാദൂട്ടും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ പ്രസാദൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നന്നായി തൊഴുതതിന് ശേഷം ഞങ്ങൾ വേഗം തിരിച്ചു. അപ്പോഴാണ് അമ്മ പറയുന്നത് നമ്മുടെ ദേശത്ത് ഞങ്ങളുടെ സ്ഥലം എന്ന് പറഞ്ഞാൽ പൊൽപ്പാക്കരയാണ്. അപ്പോൾ എടപ്പാൾ അപ്പോൾ പൊൽപ്പാക്കര ഭഗവതി ക്ഷേത്രത്തിൽ അന്ന് ഈ പറഞ്ഞ പോലെ തന്നെ പ്രതിഷ്ഠാ ദിനത്തിനോടനുബന്ധിച്ചിട്ട് നമ്മുടെ പ്രസാദൂട്ടും കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വേഗം അവിടെ എത്തി തൊഴുതു. നല്ല രീതിക്ക് തൊഴാൻ പറ്റി. തൊഴുതിന് ശേഷം അവിടെ ഒരു സൈഡിൽ പ്രസാദൂട്ട് തകൃതിയായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. അതുപോലെ ഏത് അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം അതൊരു പ്രത്യേക പോസിറ്റീവ് വൈബായിരിക്കും. എന്ത് ടെൻഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സെക്കൻഡ് അമ്പലത്തിൽ ഒന്ന് പ്രാർത്ഥിച്ച് ആ ഒരു കുറി ഒന്ന് നെറ്റിൽ തൊടുമ്പോൾ തന്നെ നമ്മുടെ എല്ലാ ടെൻഷൻസും അങ്ങ് മാറുമല്ലേ. എനിക്ക് അങ്ങനെയാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാനിവിടുത്തെ പ്രസാദൂട്ടിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ ഉപ്പുമാവായിരുന്നു കേട്ടോ കഴിക്കാനായിട്ടായിരുന്നു. അപ്പം പിക്കിളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ അച്ചാറും കാര്യങ്ങളുണ്ടായിരുന്നു. പായസം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു വ്യത്യസ്ത ശൈലി പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടുത്തെ പ്രസാദൂട്ടി പങ്കെടുക്കുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.